ഹായ്, ഇതളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് PSCയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, UPSC മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റിൽ 645 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 662 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് 23 പേരും അടക്കം 1330 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ എക്സാം എഴുതിയിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ നിർഭാഗ്യവശാൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഈ വർഷം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജോലി കിട്ടുന്നതിലേക്കുള്ള രണ്ടാമത്തെ കടമ്പ കൂടി കടന്നിരിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇനി അടുത്തത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിലും സപ്ലൈയിലൊക്കെ ഉൾപ്പെട്ടവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ തവണ മലപ്പുറത്തെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഹയസ്റ്റ് മാർക്ക് ഇൻ്റർവ്യൂവിന് ലഭിച്ചത് 14, ലോവസ്റ്റ് മാർക്ക് 10 മാർക്കുമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിയമനങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അധ്യാപക നിയമനങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നതല്ല അങ്ങനെയാണ്. കാരണം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള അധ്യാപകരുടെ എണ്ണവും കുറയ്ക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിലുള്ള ഒരു 0.33 മാർക്കിന് ചിലപ്പോൾ നമ്മൾ 50 റാങ്കിലേക്കൊക്കെ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ജോലി കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. നിർത്തുന്നു.